ഇടുക്കി മറയൂരിൽ ലോ കോളേജ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്ക്. തിരുവനന്തപുരം ലോ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും പഠനയാത്രയ്ക്കെത്തിയവരും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. വിദ്യാർത്ഥിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും വിളിച്ചുവരുത്തി ആക്രമിച്ചെന്നുമാണ് ആരോപണം. 8 പേരെ മറയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. ആഷിഖ്, എപ്പോഴായിരുന്നു ഈ സംഘർഷവും മർദ്ദനവും ഒക്കെ? എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പോണ്ടിച്ചേരിയിൽ പഠനയാത്രയ്ക്ക് പോയ തിരുവനന്തപുരം ലോ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഈ സംഘർഷത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ്. പഠനയാത്ര കഴിഞ്ഞതിന് ശേഷം മടങ്ങി വരുന്ന വഴിക്ക് അവർ മറയൂരിൽ തങ്ങുകയായിരുന്നു. ആ സമയം കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ചിലർ അവിടെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ നേരത്തെ തന്നെ കോളേജിൽ വെച്ചുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളുടെ തുടർച്ചയെന്ന നിലയിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. അതിൽ കേശവ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി വേണുഗോപാൽ എന്ന വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തുകയും തുടർന്ന് ആ വേണുഗോപാലിനെ ഗുരുതരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. വേണുഗോപാലിനെ കൈക്ക് ടിക്കറ്റ് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇതുവരെ മൊഴി ലഭിച്ചിട്ടില്ല. മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുമെന്നാണ്. സംഘർഷത്തെ തുടർന്ന് ഏതാണ്ട് 8ഓളം വിദ്യാർത്ഥികളെ മറയൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും മൊഴി നൽകിയാൽ ഉടനടി തന്നെ കേസെടുക്കുന്ന ക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷം എന്ന നിലയിലാണ് പോലീസ് ഈ സംഭവത്തെ കാണുന്നത്. ദിവ്യ, ഇടുക്കി മറയൂരിലാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്.